നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് ജിസ്ജോയ് സംവിധാനം ചെയ്ത തലവൻ എന്ന സിനിമയെക്കുറിച്ചാണ്. അതിനു മുൻപ് എൻ്റെ 77 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നന്ദി പറയുകയാണ്. പുതിയതായി കാണുന്നവർ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു സിനിമയാണിത്. എന്നാൽ ഇന്നുവരെ കണ്ട ഒരു പാറ്റേണിലല്ല ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഒരു മേന്മ. ആസിഫ് അലി, ബിജു മേനോൻ, മിയ, അനുശ്രീ, ദിലീഷ് പോത്തൻ എന്നിവരൊക്കെയാണ് ഇതിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിൽ CI ആയി ജോലി ചെയ്യുന്ന ജയശങ്കറും SI ആയ കാർത്തിക്കും പരസ്പരം കീരിയും പാമ്പും പോലെ കഴിയുന്നവരാണ്. മുഖം നോക്കാതെ സത്യസന്ധമായി ജോലി ചെയ്യുന്നു എന്ന ഒറ്റ കാരണത്താൽ നിരവധി ശത്രുക്കളെയും ഇവർ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ജയശങ്കറിൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഒരു സ്ത്രീയുടെ ശവശരീരം കണ്ടെത്തുകയും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജയശങ്കർ അറസ്റ്റിലാവുകയും ചെയ്യുന്നു. ആ കേസിൻ്റെ അന്വേഷണം പ്രോട്ടോകോൾ അവഗണിച്ച് ആഭ്യന്തരമന്ത്രിയുടെ ബന്ധുവായ കാർത്തിക്കിൻ്റെ കയ്യിലേക്ക് എത്തുന്നു. കേസ് അന്വേഷിക്കേണ്ടത് യഥാർത്ഥത്തിൽ DYSP ആയ ഉദയഭാനുവാണ്. പക്ഷേ ജയശങ്കറിൻ്റെ സുഹൃത്തായ അയാൾ കേസന്വേഷണം നേരായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് SP-ക്കും ആഭ്യന്തരമന്ത്രിക്കും തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കം അവർ നടത്തുന്നത്. ഉദയഭാനുവായി വന്ന ദിലീഷ് പോത്തൻ വളരെയധികം നന്നായി ഈ വേഷം കൈകാര്യം ചെയ്തു. ഒരുപാട് നിഗൂഢതകളുള്ള ഒരു വ്യക്തിയാണ് ഉദയഭാനു. ഇങ്ങനെ തോളി കൈയിട്ട് നടക്കുമ്പോഴും പെട്ടെന്ന് ചാടിക്കയറി കഴുത്തിന് പിടിക്കുമോ എന്ന് തോന്നിപ്പിക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ടല്ലോ, അതേപോലെയാണ് ഉദയഭാനു. ഉദയഭാനു ഒരുപാട് രഹസ്യങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അയാൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരണം. അതേപോലെ തന്നെ അതേ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന കോൺസ്റ്റബിൾ രഘുവിൻ്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് കോട്ടയം നസീറാണ്. ദൃശ്യത്തിലെ ഷാജോണൊക്കെ ചെയ്തതുപോലെ ഒരു കഥാപാത്രം, കാണുന്ന പ്രേക്ഷകന് മുഖമടച്ചൊന്ന് കൊടുക്കാൻ തോന്നുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്. ഇയാൾക്കും ജയശങ്കറിനോട് നല്ല വിരോധമുണ്ട്. രഘുവും അതേപോലെ തന്നെ ജയശങ്കറിൻ്റെ പേരറിയാത്ത ഏതൊക്കെയോ ശത്രുക്കളൊക്കെ കൂടിയിട്ട് ജയശങ്കറിന് കൊടുക്കുന്ന ഒരു പണിയാണോ ഇത്, അതോ മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾക്ക് തന്നെ ചെയ്യേണ്ടി വന്നുപോയ ഒരു ക്രൈമാണോ ഇത്? കാർത്തിക് എങ്ങനെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്? ശത്രുവിനെ കുടുക്കാനാണോ രക്ഷപ്പെടുത്താനാണോ അയാൾ ശ്രമിക്കുന്നത്? ഇതൊക്കെ അറിയണമെങ്കിൽ നേരെ തിയേറ്ററിലേക്ക് പോകണം. മഴയുള്ളതൊന്നും ആരും കണക്കാക്കണ്ട. ത്രില്ലർ പ്രേമികൾക്ക് നല്ലൊരു ദൃശ്യവിരുന്ന് എന്നൊക്കെ തന്നെ പറയാം. തീർന്നു പോകല്ലേ എന്ന് തോന്നുന്ന വിധത്തിൽ ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് സൂരജ് ES ആണ്. ഛായാഗ്രഹണം ശരൺ വേലായുധൻ നിർവഹിച്ചിരിക്കുന്നു. മ്യൂസിക്കാണ് ഏറ്റവും പ്രധാനം. ദീപക് ദേവ് ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ത്രില്ലർ പാറ്റേൺ അല്ല ഇതിനുള്ളത്. ആനന്ദ് തേവരക്കാട്ടും ശരത് പെരുമ്പാവൂരും ചേർന്ന് രചനയുടെ വ്യത്യസ്തത കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. സസ്പെൻസ് എന്താണെന്ന് ഒരു തരത്തിലും നമുക്ക് ഊഹിക്കാൻ കഴിയില്ല ഈ തിരക്കഥയിൽ. ക്രൈം സ്പോട്ടിൽ ചെന്ന് അവിടുന്ന് വിവരങ്ങളൊക്കെ കളക്ട് ചെയ്ത് തിരക്കഥ എഴുതുന്ന റൈറ്റർ അല്ലപ്പനായാണ് ജാഫർ ഇടുക്കി എത്തുന്നത്. ഒരു കോമഡി കഥാപാത്രമായിട്ടാണ് അത് തോന്നിയതെങ്കിലും ഉദയഭാനുവിനെ പോലെ അയാൾക്കും ഒരു ഇരട്ട മുഖമുണ്ടോ എന്ന് സംശയിക്കാവുന്നതാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ബിജു മേനോനും ആസിഫ് അലിയും ഇതിൽ മത്സരിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. ഈ അയ്യപ്പനും കോശിയും സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ തന്നെയുള്ള പരസ്പരമുള്ള അടിയും പിടിയും എല്ലാം നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പേഴ്സണലി അവർക്ക് വരുന്ന ഫീലിങ്സും അതും എല്ലാം അവർ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ആസിഫ് അലിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ മോശമാണെന്ന പരാതിയൊക്കെ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്നിരുന്നല്ലോ. ആ പരാതികൾക്കൊക്കെ ഒരു പരിഹാരമായിരിക്കും എന്തായാലും ഈ സിനിമ. അതേപോലെ തന്നെ അനുശ്രീയും വളരെയധികം നന്നായിരുന്നു. ജിസ്ജോയുടെ നന്മമരം സ്റ്റൈലൊക്കെ വിട്ടുവന്നൊരു സിനിമയാണ് ഇതെന്നൊക്കെ പലയിടത്തും വായിച്ചു കണ്ടു. ഞാനെന്തായാലും അദ്ദേഹത്തിൻ്റെ നന്മമരം സിനിമകളുടെയൊക്കെ ഒരു ആരാധിക തന്നെയാണ്, പ്രത്യേകിച്ചും പാട്ടുകളൊക്കെ. ഈ മൂവിയിൽ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. ത്രില്ലർ മൂവീസിൽ നമുക്കങ്ങനെ ഒരുപാട് പാട്ടുകളൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ. എങ്കിലും എനിക്കത് ചെറുതായിട്ടൊന്ന് മിസ് ചെയ്തു. ജിസ്ജോയ് തന്നെയാണല്ലോ ചില പാട്ടുകൾക്കൊക്കെ വരികളൊക്കെ എഴുതിയിട്ടുള്ളതും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അരുൺ നാരായണനും സിജോ സെബാസ്റ്റ്യനും ചേർന്നിട്ടാണ്. എന്തായാലും ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മഴയൊന്നും അത്ര കാര്യമായിട്ടൊന്നും എടുക്കണ്ട. മഴയത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല.
എന്തായാലും നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല ഇത് പോയി കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗം വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ വീണ്ടും പറയുകയാണ്, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു സിനിമയുമായിട്ട് പിന്നെ വരാം.